ഇന്ന് നമ്മൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതാണ് സാമ്പാർ പൊടി ഇല്ലാതെ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാമെന്നൊരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അതിനാവശ്യമായിട്ടുള്ള പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, വെല്ലുവിളി ഇട്ടിട്ടുണ്ട്, തക്കാളി, വെളുത്തുള്ളി, കായം, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഉലുവ, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം പാടെ ഇട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ട പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, പച്ചക്കറികളും മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പരിപ്പൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ട് നിങ്ങളുടെ അടുത്തുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണെങ്കിലും അതിനൊക്കെ ഇടാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളിതിൻ്റെ നേരെ താഴെയുള്ള പ്ലേ ബട്ടൺ പറഞ്ഞിട്ട് ഒരു ചിഹ്നം ഉണ്ടാവും, അതിലൊന്നൊന്ന് അമർത്തി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ കിട്ടും. അപ്പോൾ അത് പച്ചക്കറിയൊക്കെ ഇട്ടതിന് ശേഷം ഒരു വിസിലടിച്ച് നല്ലപോലെ വെന്തതിന് ശേഷം പുളിയിട്ട് വെണ്ടയ്ക്ക ഇട്ട് അത് നല്ലപോലെ തിളച്ച് വേകുമ്പോഴേക്കും നമുക്ക് അതിലേക്കൊരു വറവിടണം. അടിപൊളി ടേസ്റ്റാണ്. നമ്മളിതിൽ സാമ്പാർ പൊടിയൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങൾ ഈ ഓണത്തിന് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇതിൻ്റെ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിപ്പിക്കുക. തന്നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. നിങ്ങളെല്ലാ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ.